തുടർന്നുകൊണ്ടേയിരുന്നു. കേവലം യുക്തി കൊണ്ട് മനുഷ്യ ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന യുക്തിവാദികളുടെയും ഫിലോസഫർമാരുടെയും ഗ്രന്ഥങ്ങൾ അദ്ദേഹം ആദ്യം വിശകലനം ചെയ്യും. മനുഷ്യയുക്തിയുടെയും ചിന്തയുടെയും അറിവിന്റെയും ഉത്ഭവവും സ്വഭാവവും പരിധിയും പരിമിതിയും വിശകലനം ചെയ്യുന്ന കണ്ടെത്തലുകളിലേക്കും ഇമാം ഗസാലി ഇക്കാലഘട്ടത്തിൽ നടത്തിയ ചിന്തകളാണ് എപ്പിസ്റ്റമോളജിയുടെയും ഫിലോസഫിക്കൽ സ്കെപ്റ്റിസിസത്തിന്റെയും മെറ്റാഫിസിക്സിന്റെയും വാതിലുകൾ പിൽക്കാലഘട്ടത്തിൽ ലോകമൊട്ടാകെയുള്ള ചിന്തകന്മാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും തുറന്നു നൽകി. തന്റെ പ്രധാന ഫിലോസഫി ഗ്രന്ഥങ്ങളായ മഖാസിദുൽ ഫലാസഫ, തഹാഫത്തുൽ ഫലാസഫ, അൽ ഇഖ്തിസാദ് ഫിൽ ഇഅ്തിഖാദ്, മിഅ്യാറുൽ ഇൽമി ഫിൽ മന്തിഖ് എന്നീ ഗ്രന്ഥങ്ങളിൽ ദൈവവിശ്വാസത്തെയും വിശ്വാസശാസ്ത്രമായ അശ്അരിസത്തെയും പഴുതടച്ച് ഇമാം ഗസാലി വിശദീകരിക്കുന്നുണ്ട്. 1000 വർഷങ്ങൾക്കിപ്പുറം ഇന്നും ഇനി ഭാവിയിൽ മാനവരാശിയുടെ അന്ത്യം വരെയും ഇസ്ലാമിക വിശ്വാസ ശാസ്ത്രത്തെ പ്രതിരോധിക്കുവാനും നിലനിർത്തുവാനും ഈ ഗ്രന്ഥങ്ങൾ മാത്രം മതിയാകും. ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി അടിസ്ഥാനമാക്കി സ്പേസിനും ടൈമിനും തുടക്കമുണ്ടെന്ന് ശാസ്ത്രലോകം ചിന്തിക്കാൻ തുടങ്ങുന്നത് AD 1930 ശേഷം മാത്രമാണ്, കേവലം കഴിഞ്ഞ നൂറ്റാണ്ടിൽ. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനമാക്കി അശ്അരി അഖീദയെ വിശദീകരിക്കുവാൻ ഇമാം ഗസാലി എഴുതിയ തഹാഫത്തുൽ ഫലാസഫയിൽ സമയത്തിനും തുടക്കമുണ്ടെന്നും സമയം സർവ്വതിനും അപ്പുറം നിലകൊള്ളുന്ന അള്ളാഹുവിന്റെ കേവലം സൃഷ്ടി മാത്രമാണെന്നും സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട്. നമ്മെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിനെയും അടിസ്ഥാനമാക്കി പ്രപഞ്ചത്തിന്റെ പ്രവർത്തന രീതികൾക്ക് നൽകിയ വിശദീകരണങ്ങൾ മനസ്സിലാക്കാൻ ശാസ്ത്രലോകത്തിന് പിന്നെയും 900 വർഷങ്ങൾ വേണ്ടി വന്നു എന്നാണ്. കേവലം നാച്ചുറൽ ലോസിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ശാസ്ത്രലോകം പ്രപഞ്ചത്തെ മനസ്സിലാക്കിയത്. ന്യൂട്ടോണിയൻ മെക്കാനിക്സും മാക്സ്വെൽസിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയും മാത്രം മതി പ്രപഞ്ച പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ എന്ന് കരുതിയിരുന്ന യൂറോപ്യൻ സമൂഹത്തിനും ആധുനിക ശാസ്ത്രലോകത്തിനും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കണ്ടെത്തിയ പല പ്രതിഭാസങ്ങളെയും ശാസ്ത്രീയമായി വിശകലനം ചെയ്യാനോ വിവരിക്കാനോ കഴിഞ്ഞില്ല. തുടർന്ന് മാക്സ് പ്ലാങ്ങും ആൽബർട്ട് ഐൻസ്റ്റീനും മുന്നോട്ട് വെച്ച ക്വാണ്ടം ഫിസിക്സ് അന്ന് വരെയുള്ള ശാസ്ത്ര നിയമങ്ങൾക്കും അപ്പുറമുള്ള പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വാതിൽ തുറക്കുകയാണ് ഉണ്ടായത്. AD 1935 ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ള ഒരു ശാസ്ത്ര സംഘം ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന ശാസ്ത്ര പ്രതിഭാസത്തെ കുറിച്ച് ആദ്യ റിസർച്ച് പേപ്പറുകൾ അവതരിപ്പിക്കുന്നു. തുടർന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിലാണ് ഈ പ്രതിഭാസങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ 2022 ഫിസിക്സിലെ നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് ഇമാം ഗസാലിയുടെ പേര് ആധുനിക ശാസ്ത്ര സമൂഹത്തിൽ നിന്ന്, യൂറോപ്യൻ ശാസ്ത്ര സമൂഹത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ 2022 ഉള്ള ഈ നോബൽ പ്രൈസിന് യഥാർത്ഥത്തിൽ അർഹൻ 900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആ സുന്നി സൂഫി പണ്ഡിതനാണ് എന്ന ആ ശക്തമായ വാദം ഉയർന്നു വന്നിരുന്നതായി നാം നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ തഹാഫത്തുൽ ഫലാസഫ അഥവാ ഇൻകൊഹിറൻസ് ഓഫ് ദ ഫിലോസഫേഴ്സ് എന്ന ഗ്രന്ഥത്തിൽ അശ്അരി അഖീദയെ വിശദീകരിക്കാൻ വേണ്ടി ഇമാം ഗസാലി ഉപയോഗിച്ച വൊക്കേഷണലിസം അഥവാ മുനാസബിയ എന്ന കൺസെപ്റ്റിൽ തന്നെയാണ് ഇന്ന് ഇതുവഴി ആധുനിക ശാസ്ത്രലോകവും എത്തി നിൽക്കുന്നത്. പ്രപഞ്ചം പ്രീ ഡിറ്റർമിനിസ്റ്റിക് ആണെന്ന് കരുതിയിരുന്ന ക്ലാസിക്കൽ ഫിസിക്സിന്റെ അടിത്തറ പൊളിച്ചെഴുതുകയായിരുന്നു സത്യത്തിൽ ക്വാണ്ടം ഫിസിക്സിന്റെ ഉദയത്തോടെ സംഭവിച്ചത്. 1920കളിൽ നീൽസ് ബോറും വെർണർ ഹൈസൻബർഗും ചേർന്ന് രൂപപ്പെടുത്തിയ കോപ്പൻഹാഗൻ ഇന്റർപ്രിട്ടേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രപഞ്ച പ്രവർത്തനത്തെക്കുറിച്ചുള്ള അനുമാനങ്ങൾ യഥാർത്ഥത്തിൽ ഇമാം ഗസാലിയുടെ 900 വർഷങ്ങൾക്കും ഇമാം ഗസാലി എഴുതിയ തഹാഫത്തുൽ ഫലാസഫയിലെ ചിന്തകളുടെ ആവർത്തനങ്ങൾ മാത്രമാണ്, ആ ചിന്തകളെ ശരിവെക്കുന്നത് മാത്രമാണ്.